കിടക്കുമ്പോ ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് റൂഹ് കൊണ്ടുവരുന്ന അവസാന സമയത്തെങ്കിലും അല്ലാഹുവോട് പറയണം നാഥാ, ഒരുപാട് തെറ്റുകൾ വന്നുപോയി അല്ലാ. ആ സമയത്ത് നിനക്ക് തൗബ ചെയ്യാൻ കഴിയണമെന്നില്ല. ഒന്ന് റബ്ബിനോട് കൈയുയർത്തിയിട്ട് ദുആ ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം നിന്റെ കൈകാലുകളും മലക്കുകൾ പിടിച്ചു വെച്ചിരിക്കുകയാ. കൈകാലുകളും മലക്കുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ആ മരണത്തിന്റെ വേള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. മലക്കുകളോട് സംസാരിക്കുന്ന സമയം, മലക്കുകൾ നമ്മളോട് പറയുന്ന സമയം, ആ സമയത്താണ് ഒരു വിഭാഗം കടന്ന് യാചിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അന്ന് ഒരുപാട് സമയം തന്നിട്ട് നന്നാകാത്തവനെ, മരണം വരുന്നതിന് മുമ്പ്, അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും ഒന്ന് പറയടാ, പശ്ചാത്തപിക്കടാ. അല്ലാഹുവിന്റെ മുന്നിൽ പറയാറുള്ളത് മുഴുവനും പറഞ്ഞുകൊണ്ടൊന്ന് കഴുകിക്കളയടാ. നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണ. നിനക്ക് സമയമില്ല, നിനക്ക് തിരക്കാണെങ്കിൽ ദുആ ചെയ്യാൻ സമയമില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യാൻ, പടച്ചവനെ വഅദിന്റെ സദസ്സുകളിൽ ദുആ ചെയ്യാൻ, സ്വലാത്തിന്റെ മജ്ലിസുകളിൽ ദുആ ചെയ്യാൻ, കുടുംബസമേതം ഇരുന്ന് ദുആ ചെയ്യാൻ, വെള്ളിയാഴ്ച രാവിലെ ഇരുന്ന് ദുആ ചെയ്യാൻ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ, ഖത്തം ഓതിയിട്ട് ദുആ ചെയ്യാൻ, 40 പേര് കൂടുന്ന സ്ഥലത്തിരുന്ന് ദുആ ചെയ്യാൻ ഇജാബത്തിന്റെ സ്ഥലമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചതെന്ന ഒരുപാട് മജ്ലിസുകൾ നിന്റെ മുന്നിൽ വന്നു, ഒരുപാട് സദസ്സുകൾ നിന്റെ മുന്നിൽ വന്നു. സമയമില്ലായിരുന്നു, സമയമില്ലായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ സമയമില്ലെങ്കിൽ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ടല്ലോ, ഒരു സെക്കൻഡ് മതിയല്ലോ. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ഒരൊറ്റ മിനിറ്റ് മതിയല്ലോ മുസ്ലിമേ.